ഇന്ന് ഒരു ടാസ്ക് പിടിച്ചൊരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടാസ്ക് പിടിച്ച ദിവസം എന്ന് വെച്ചാൽ ദേ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ മോനെ? ദേ ഇഞ്ചക്ഷൻ ചെയ്തതാണ്, മൈഗ്രെയിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തതാണ്. അപ്പോൾ കൈയെല്ലാം കൂടി വീങ്ങിപ്പോന്നു. അതാ വളയൊക്കെ ടൈറ്റായി കിടക്കുകയാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പോൾ എനിക്ക് ഇന്ന് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ആണിത്. ഫ്രെയിം ചെയ്തിട്ടില്ല. ഹെൽപ്പിന് പൊതുവേ ഹെൽപ്പ് എന്ന് പറയാൻ അരുൺ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു ബാക്കിലെ ബോർഡൊക്കെ അരുണായി അടിക്കാറ്. പക്ഷെ അവനും വണ്ടിയിൽ പോയി. ഈ ഒരു കൈയാണുള്ളത്. അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് ഇന്നൊരു ടാസ്ക് ദിവസം തന്നെയാണ്. വാഹനം ഓടിച്ച് പോകണം, ഇത് ഫ്രെയിം ചെയ്യണം. വല്ലാത്തൊരവസ്ഥയായിപ്പോൾ. ഇതാ ഒന്നായിട്ട് എൻ്റെ കൈ പോരാത്തതിന് ഇടിവെട്ടി മഴയും. ഇനി ഞാൻ ഏതായാലും ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. വെയിനിലല്ല, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പം ഓൾറെഡി ആ മരുന്ന് കയറുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാവും, അതാണെന്ന് വിചാരിച്ച് ഞാൻ കൂക്ക് വിളിച്ചു പോയി കേട്ടോ. അപ്പോൾ അന്നപ്പേ വീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ജെല്ലൊക്കെ വെച്ച് തന്നു. പക്ഷെ നേരം വെളുത്തപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ഇനി ഇത് ഫ്രെയിം ചെയ്യാണ് ഗൈസ്. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പറയാനുണ്ടാവും ദൈവം എന്നെ പരീക്ഷിച്ചതാണെന്ന്. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ് ഗൈസ്, ദൈവം പരീക്ഷിച്ചതാണെന്ന് തോന്നുന്നു. റൈറ്റ് ഹാൻഡാ. എൻ്റെ കയ്യാന്ന് മനസ്സിലാവുന്ന പോലുമില്ല. പക്ഷേ പ്രതിസന്ധികൾ അത് തരണം ചെയ്യാനുള്ളതാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. പ്രതിസന്ധിയല്ലേ, അതല്ലേ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. ബലൂണിൻ്റെ മാതിരി ഉണ്ട് കൈയെല്ലാം കൂടി. കൈയിൻ്റെ വിഷ്വലും വ്യക്തമായിട്ട് കാണുന്നില്ലേ മോനെ? ദൈവത്തിൻ്റെ പരീക്ഷണം. താങ്ങാനുള്ള ആൾക്കാർക്ക് തണലുണ്ടാവുള്ളൂ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇവിടെ ഓർമ്മ വരുന്നത്. എനിക്കാരും ഹെൽപ്പിനില്ലാത്തത് കൊണ്ട് ഈ ഒരു കൈ വെച്ചും ഞാൻ വർക്ക് ചെയ്യുന്നു. നേരെ മറിച്ച് ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് ഈ കൈയും വെച്ച് ഞാൻ അനങ്ങൂല. എന്നൊക്കെ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് മേടിച്ചാട്ടോ. ഉച്ചക്ക് എന്താക്കുമെന്ന് അറിയില്ല, രാത്രിയൊക്കെ എന്താക്കുമെന്ന് അറിയില്ല. അപ്പോൾ പലരും പറയുന്നൊരു സംഭവമാണ് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളത് അവന്മാരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അനങ്ങാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നതിനെയാണ് പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഇതിലെവിടെയാ പറ്റിപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്, അല്ലെ ദൈവം തരുന്ന ശിക്ഷയാണെന്ന് പലരും പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കൈയും വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും? ഇത് അത്രമേൽ വേദനയുണ്ട്, അത്രമേൽ മടക്കാൻ പോലും പറ്റുന്നില്ല. ഗുസ്തിക്കിടുന്ന ഒരു സാധനമല്ലേ, അതുകൊണ്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്കിത് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവം തന്ന പരീക്ഷണമല്ല കേട്ടോ. ഞാൻ ബാക്കിയൊരു ഫ്രെയിം ചെയ്ത് അങ്ങനെ ഇതേ ഫോട്ടോ DTTC കൊണ്ട് കൊടുക്കുകയാണ്. വരുന്ന വഴിക്കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്തരടെ ഇതിൻ്റെ അവസ്ഥ എന്നൊന്ന് ചോദിക്കണം. പോരാത്തതിന് നല്ല അടിച്ചുപൊളി മഴയും. അപ്പം മഴക്കാലത്ത് വാഹനം ഓടിക്കുമെന്ന് വെച്ചാൽ ഫസ്റ്റ് മഴ ഉണ്ടല്ലോ, ഇതിൽ പുതുതായിട്ടുള്ള ആരെങ്കിലും ഡ്രൈവർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പറയാം കേട്ടോ. 2 വീലർ ആയാലും 4 വീലർ ആയാലും ആദ്യ മഴയത്ത് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. മറ്റൊന്നുമല്ല, റോഡിൻ്റെ മുകളിൽ ഈ വണ്ടിയുടെ ഗ്രീസ് അങ്ങനെ പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ചവിട്ടിയാൽ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ ഫസ്റ്റ് മഴയത്ത് കേട്ടോ.
കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ആദ്യമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂല. സ്പീഡിൽ നിന്നില്ല, ഒരു ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് കണ്ടില്ലേ, നല്ല മഴയാണ്, രാവിലെ തുടങ്ങി. ഇപ്പം സമയം 12 മണിയാകുന്നേ ഉള്ളൂ, പക്ഷേ ഇച്ചുപൊളി മഴ. ഓക്കെ, ഏതായാലും ഞാനിത് DTDC കൊറിയർ ചെയ്താൽ കേട്ടോ. അങ്ങനെ ഫോട്ടോ DTDCയിലെത്തി. നമുക്ക് എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരരുതെന്ന് വാശി പിടിച്ചാൽ നമ്മൾ എവിടെയും തളരാൻ പോകുന്നില്ല ഗൈസ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത് കൈയും വെച്ചിട്ട് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ. എൻ്റെ കൈയിൻ്റെ അടിയും കണ്ട വളരെ ടൈറ്റായി കിടക്കുക. അപ്പം നമ്മൾ തളരൂല എന്നുള്ളൊരു വാശി നമുക്കുണ്ടായാൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കയറിപ്പോരും നമ്മൾ. വണ്ടി പിടിച്ചു കൊണ്ടുപോകും. കയ്യിൽ പ്രധാനമാണല്ലേ. എനിക്കപ്പേ ഞാൻ കുത്തുമ്പേ പറഞ്ഞു മരുന്നടിക്കുമ്പോൾ ഭയങ്കര വേദന പോലും പറഞ്ഞ് ഞരമ്പിലെന്താണ്. പിന്നെ അതിന് ഇന്നുള്ളപ്പോൾ 10 മണി വരെയല്ലേ. അവന് ഒരു ഇതുണ്ടായിട്ട് പോയി, ഓർഡർ ഉണ്ടായിട്ട് വന്നിട്ട് പോയിട്ട് പട്ടിണി കിടക്കേണ്ടി വരും ഞങ്ങൾ. അങ്ങനെ കൈക്ക് മരുന്ന് തേച്ചു. സിസ്റ്റർ പറഞ്ഞു റിയാക്ഷനാണ് എന്നുള്ളത്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തെന്നാണ് അവസ്ഥ എന്നുള്ളത് തമ്പുരാനേ അറിയുള്ളൂ. അപ്പോൾ പുറത്ത് നല്ല മഴ ഇപ്പോൾ കഴിഞ്ഞതാ. അപ്പോൾ ചിന്നൊരാശ ഐസ്ക്രീം തിന്നാൻ. ഇപ്പം എന്താണെന്നറിയില്ല, കോൺ ഐസ്ക്രീമിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പം മഴയത്ത് ഐസ്ക്രീം കഴിക്കാതിരുന്നത് നല്ല സുഖമുള്ള സംഭവമാണ്. പക്ഷെ പണി കിട്ടാൻ അതിനെക്കാട്ടി വലിയ പണിയില്ല കേട്ടോ. ഭയങ്കര ഒരു മരുന്ന് തേച്ചതിന് ശേഷം ഒരു ചൂട്. അപ്പം അങ്ങനെയാണ് കൈയിൻ്റെ വിശേഷങ്ങളെല്ലാം. ഓക്കെ, ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. ടാറ്റാ.